പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ? അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാണ്. അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു, ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു. 30 വർഷം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30 ദിവസം അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു. ആ രൂപത്തിൽ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട് ഒന്ന് വിശ്രമിക്കുന്നത്? പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ? അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാണ്. അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ബഹിരാകാശത്തിലേക്ക് ഒന്നല്ലോ പോയത്. ഇത് നമ്മുടെ ഒരു വിളിപാടകളെയുള്ള രാജ്യമല്ലേ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുമോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുരമ്പേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റായിട്ടാണ് പറയുക, കന്യാകുമാരി എന്നാണ്. അതിനേക്കാളും 3 ഡിഗ്രി ലോജിറ്റ്യൂഡിലാണ് ക്യാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പ്, അന്തമാൻ നിക്കോബാർ. ക്യാമ്പൽ ബേ ദ്വീപിൻ്റെ തെക്കേ മുനമ്പ് എന്ന് പറയുന്നത് പിഗ്മലിയൻ പോയിന്റ് എന്നാണ് അതിന് പറയുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം അതിനെ ഇന്ദിരാ പോയിന്റ് എന്നാണ്. അവിടെ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ളൂ ഇന്ത്യോനേഷ്യയിലേക്ക്. പിണറായി വിജയാന്ന് വിളിച്ച് കഴിഞ്ഞാൽ വെളിയാക്കാൻ പറ്റുന്ന സ്ഥലമായി അറിയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്ക് പോകണം? അതിനേക്കാളും കുറഞ്ഞ ദൂരമല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്രയ്ക്ക് എത്ര മണിക്കൂർ പോകണം? അത്ര ദൂരം ദുബൈയിലുള്ളൂ. ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശം, എന്തോ കനഡക്കപ്പുറമുള്ള ഏതോ രാജ്യം, ഇന്ത്യ രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു രാജ്യം ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകും. അതും അദ്ദേഹത്തിൻ്റെ കാശെടുത്തുകൊണ്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ആകുന്നു, പാർട്ടിയുടെ അംഗീകാരവും ആകുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇത് ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ. നിങ്ങളെ മരിച്ചാൽ കണ്ണടയില്ല, കണ്ണിങ്ങനെ പോകുന്നു. ഈ ക്യാമറ കണ്ടുപോയത് ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തെയും ഒരു മുഖ്യമന്ത്രിയെയും ഇങ്ങനെ എന്ത് അസുഖം ഇങ്ങനെ